ആലപ്പുഴയ്ക്ക് കുറച്ചാൾ മുന്നേ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്ലോഗാണത്. അപ്പോൾ നല്ലൊരു ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അവർ വേമ്പനാട്ട് കായലിലേക്കാണ് കൊണ്ടുപോയത്. നമ്മൾ കുറച്ച് ഫോട്ടോസും പിന്നെ ഒരു ഫാമിലി ടൈമൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. ആ കായലിൽ ഇങ്ങനെ പോകാൻ ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അത്രയ്ക്ക് മഴയൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ. പിന്നെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ട്രിപ്പൊക്കെ പോകുന്നത് ഫസ്റ്റ് ടൈം ആയിരുന്നു. പിന്നെ അവിടെ റൂംസ് ഉണ്ടായിരുന്നു. റൂംസിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലും നമുക്ക് വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ചുമ്മാ അവിടെ നിർത്തിച്ചിരിക്കുന്ന സമയത്ത് നമുക്കും ബോട്ട് ഓടിക്കണ പോലെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നൈറ്റ് ആണെങ്കിലും അതിൻ്റെ മുകളിൽ ഡാൻസ് കളിക്കുക, പാട്ട് വയ്ക്കുക, എല്ലാവരും കൂടിയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഒരു ലോഡ് ഫോട്ടോസ് എടുത്തു. അതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. പിന്നെ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കുറച്ച് ഫിഷും നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് നമുക്ക് കുക്ക് ചെയ്ത് തരും. ഇവിടെ എല്ലാവർക്കും താറാവും ഫിഷും അതൊക്കെയായിരുന്നു വേണ്ടത്. പിന്നെ ബോട്ട് ഓടിക്കൽ എല്ലാവരും അതിൻ്റെതായ തിരക്കിലൊക്കെ പെട്ടു. പിന്നെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എല്ലാവർക്കും ആദ്യത്തെ ഒരു വട്ടാണ് ഇങ്ങനെ ഹൗസ് ബോട്ട് ഇതാക്കുന്നത്. പിന്നെ രാത്രി ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വൈകുന്നേരം അവരത് കരയ്ക്കടുപ്പിച്ചിടും. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ രാവിലെ ആണ് പിന്നെ എടുത്ത് നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്യുക. പിന്നെ നമുക്കൊരു പ്രശ്നമായിട്ട് ഹൗസ് ബോട്ടിൽ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഉപ്പുവെള്ളമായിരുന്നു. നമുക്ക് കുളിക്കാനും പൈപ്പ് തുറന്ന് നമ്മളിപ്പോൾ ബ്രഷ് ചെയ്യാനും മുഖം കഴുകാനും ഒക്കെ നമുക്ക് ഉപ്പുവെള്ളമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ചെറിയൊരു നമുക്ക് അത്രയ്ക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവർ നമുക്ക് എക്സ്ട്രാ വെള്ളമൊക്കെ തന്നു. വായ കഴുകാനൊക്കെ സാധാരണ വെള്ളമൊക്കെ തന്നു. ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 2 നിലയൊക്കെ ആയിരുന്നു. അപ്പോൾ മുകളിൽ 2 റൂംസും താഴെ 2 റൂംസ് അങ്ങനെയായിരുന്നു. പിന്നെ അവിടെ സർവീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു. ഓവറോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. പിന്നെ കുറച്ച് പേർക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഹൗസ് ബോട്ടിൽ തന്നെയല്ല ഇരിക്കണം. അപ്പോൾ ചിലവർക്ക് കുറച്ച് മടുപ്പൊക്കെ ആയി. പിന്നെ നമുക്ക് അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്പീഡ് ബോട്ടുകാരൊക്കെ വരും. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിൽ പോവാം. പക്ഷെ ഞങ്ങൾ അവരെ സ്പീഡ് കണ്ടപ്പോൾ തന്നെ നമുക്ക് പേടിയായിരുന്നു. കാരണം നമ്മൾ അതൊന്നും പോയില്ല. പിന്നെ AC പിന്നെ പാട്ടും അവർ സ്പീക്കേഴ്സും അതൊക്കെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലുമൊക്കെ കരയ്ക്കോ അവിടെ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ അവർ നമുക്കത് എത്തിച്ച് തരുമായിരുന്നു. ഐസ്ക്രീംസ് ആണെങ്കിലും എല്ലാം നമുക്ക് അവർ എത്തിച്ച് തരുന്നുണ്ടായിരുന്നു. പിന്നെ രാത്രി ഇങ്ങനെ ആ ഒരു കാറ്റും പിന്നെ ആ വെള്ളത്തിൽ ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ ബോട്ട് അനങ്ങൂലോ. അപ്പം അതിലിങ്ങനെ ഇരുന്ന് കുടുംബമായിട്ട് എല്ലാവരും ഇരുന്ന് പഴയ കഥകളും പാട്ടും ഡാൻസും എല്ലാം കൂടി ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ആ ഒരു ഹൗസ് ബോട്ടിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കുറച്ചും കൂടി ഒരു വേറെ ലെവലായി. അപ്പം അതൊക്കെയായിരുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ.